നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. എവേ മത്സരത്തിൽ പോയി 2 റെഡ് കാർഡും വാങ്ങി എന്നിട്ടും കളി കൈവിടാതെ വിജയിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. റെഡ് കാർഡിന് താൻ ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നില്ല എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി പുരുഷോത്തമൻ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു. ഇന്നലത്തെ വിജയം തീർച്ചയായിട്ടും അത്യപൂർവമായ വിജയമാണ്. 2 പേര് കുറഞ്ഞിട്ടും ഒരു ടീം ISL വിജയിച്ച് കയറുന്നത് ഇത് 2ാം തവണ മാത്രമാണ്. ആദ്യം മുംബൈ സിറ്റി FC 2023 ഡിസംബറിൽ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ 2 പേര് കുറഞ്ഞിട്ടും വിജയിച്ച് കയറുന്നു പഞ്ചാബ് FCക്കെതിരെ. ചരിത്ര വിജയങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ വിജയം അത്ര എളുപ്പമല്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി പുരുഷോത്തമൻ കളിക്ക് ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലെല്ലാം ഉണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇതൊരു ഡിഫിക്കൽട്ട് മത്സരമായിരുന്നു. കാരണം ഞങ്ങൾ എവേ മത്സരം കൂടിയാണല്ലോ കളിക്കുന്നത്. ഗെയിമിൽ ഞങ്ങൾ ഡൊമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ സെക്കൻഡ് റെഡ് കാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികൾ വളരെ ടാലൻറ്റഡാണ്, ടെക്നിക്കലി സൗണ്ടുമാണ്. അവർക്ക് ഏത് തരം ടാക്ടിക്സിനനുസരിച്ചും ഫ്ലെക്സിബിൾ ആവാനുള്ള കെൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ നേച്ചുറലായ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇതൊരിക്കലും ഈസി ആയിരുന്നില്ല, പക്ഷേ അത്തരത്തിൽ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ കളിക്കളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമുക്ക് വേണ്ടതും എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളത് അച്ചീവ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ ടീം വർക്ക്. ആസ് എ ടീം വി വൺ ദി മാച്ച്. ടീം എന്ന നിലയിലാണ് ഞങ്ങൾ വിജയിച്ച് കയറിയത്. ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പലരും പറയുന്നു, ഇപ്പോൾ മറുഭാഗത്തുള്ള ടീം പഞ്ചാബ് FCയുടെ സൂപ്പർ താരങ്ങൾ ലൂക്ക മെയ്സനും അതുപോലെ പുൽഗ വിഡാലുമൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ വിജയിച്ച് കയറിയത്? അത്തരത്തിൽ പറയുന്നവരുണ്ട്. അതിനെക്കുറിച്ച് പുരുഷോത്തമൻ പറയുന്നത്, ഇത് ഇന്ത്യൻ പ്ലേയേഴ്സാണോ ഫോറിൻ പ്ലേയേഴ്സാണോ എന്നുള്ളതല്ല, നമ്മൾ ആർക്കെതിരെ കളിക്കുന്നു എന്നുള്ളതാണ്. ഒരു ടീം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനിയും ചില മേഖലകളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഈ തടസ്സങ്ങളൊക്കെ ഞങ്ങൾ മറികടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റെഡ് കാർഡുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ക്ലീൻ ഷീറ്റ് കുറേ കാലത്തിന് ശേഷം എവേ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് ലഭിച്ചതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതുകൂടി നോക്കാം. 14 എവേ മത്സരങ്ങൾക്ക് ശേഷമാണ് എവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ക്ലീൻ ഷീറ്റ്. അദ്ദേഹം പറയുന്നു, ലക്കി ദാറ്റ് വി കെപ്റ്റ് എ ക്ലീൻ ഷീറ്റ്. അത് ടീമിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പിന്നെ റെഡ് കാർഡ്സ് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. ഞാൻ ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി ബ്ലെയിം ചെയ്യാനൊന്നുമില്ല. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമ്മൾ മറികടക്കേണ്ടി വരും. ഒരു ടീം എന്ന നിലയിൽ ഒത്തൊരുമിച്ച് നിന്നാൽ അതിന് സാധിക്കുകയും ചെയ്യും. ടീം വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുകൂടി ടി പുരുഷോത്തമൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.